ഹായ് പാട്രിയറ്റ് മലയാളത്തിന്റെ വമ്പൻ ചിത്രം, വമ്പൻ താരങ്ങൾ ഒന്നിച്ച ചിത്രം. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ വമ്പൻ പരാജയമാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷൻ സൂചിപ്പിക്കുന്നത്. സിനിമ താഴേക്ക് പോകുന്നു. വലിയ ഇടിവാണ് സിനിമയുടെ കളക്ഷനിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 140 കോടിയാണ് സിനിമയുടെ ചെലവ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. താരങ്ങളുടെ സ്റ്റാർഡത്തിനൊത്ത് അവർക്ക് വേഷങ്ങളില്ലായിരിക്കാം, എന്നാലും സിനിമ മികച്ചതായിരിക്കും എന്നുള്ളതായിരുന്നു മുൻപ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ സിനിമ ഒരു മോശം സിനിമയല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഭേദപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിൽ മോഹൻലാലിനെ അവതരിപ്പിച്ചില്ല, അല്ലെങ്കിൽ മോഹൻലാലിൽ നിന്നും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ രീതിയിൽ മഹേഷ് നാരായണൻ മോഹൻലാലിനെ അവതരിപ്പിച്ചില്ല എന്നുള്ളത് ഈ സിനിമയ്ക്ക് വലിയ നെഗറ്റീവായി മാറിയിട്ടുണ്ട്. സിനിമ ഫസ്റ്റ് ഡേ 28 കോടി 60 ലക്ഷം രൂപ നേടിയെടുത്തു എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്ക്. ഒഫീഷ്യലായി 29 കോടി എന്നും പറയുന്നു. 2 ദിവസം കൊണ്ട് 47 കോടിയാണ് ട്രാക്കേഴ്സിന്റെ കണക്ക്. 47 കോടി 50 ലക്ഷം രൂപയാണ് ഒഫീഷ്യൽ കണക്ക്. 3-ാം ദിവസമായ ഇന്നലെ ഭേദപ്പെട്ട കളക്ഷൻ നേടിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡേ 28 കോടി 60 ലക്ഷം നേടിയ സിനിമ 2-ാം ദിവസമാകുമ്പോൾ അത് 18 കോടിയായി മാറുന്ന കാഴ്ച. 3-ാം ദിവസം അതിലും താഴെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് വരുന്നേ ഉള്ളൂ. എന്തായാലും 60 കോടി സിനിമ 3 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ 4-ാം ദിവസമായിട്ടുള്ള ഇന്ന് തിങ്കളാഴ്ച സിനിമയുടെ കളക്ഷൻ വളരെ ശോകമാണ് എന്നുള്ളതാണ്. ബുക്ക് മൈ ഷോയിൽ 1 മണിക്കൂറിൽ പോലും 3000-ൽ കൂടുതൽ ടിക്കറ്റ് വിൽക്കാൻ സിനിമയ്ക്കായിട്ടില്ല എന്നുള്ളതാണ്. പല മണിക്കൂറിലും 2500 ടിക്കറ്റുകൾ മാത്രമാണ് സിനിമയ്ക്കായി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സിനിമയാണ്. ഇറങ്ങിയിട്ട് 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ആ സിനിമയുടെ അവസ്ഥയാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ നമ്മൾ കാണുന്നത്. വിദേശ രാജ്യങ്ങളിലും കളക്ഷൻ കാര്യമായി ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. തീർച്ചയായും ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കളക്ഷൻ കാര്യമായിട്ടൊരു കുറവുണ്ടാവും എന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇത്രയും കുറയും എന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചിന്തിച്ചത് വാഴ എന്ന സിനിമയുടെ കേരള കളക്ഷൻ ഈ സിനിമ മറികടക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ വാഴയുടെ പകുതി കളക്ഷൻ പോലും സിനിമ നേടില്ല എന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. 50 കോടി എന്ന നേട്ടം മമ്മൂട്ടിക്ക് കേരളത്തിൽ നിന്ന് ഈ സിനിമയിലൂടെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയമാണ്. 100 കോടി ഒരു പക്ഷേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയേക്കാം. 100 കോടി നേടിയാലും സിനിമ കനത്ത പരാജയമായി മാറും. ഒരുപക്ഷെ ലോങ് റണ്ണിലൂടെ അത് നേടിയെന്ന് വരാം. പക്ഷെ വലിയ നേട്ടമൊന്നും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിനിമ പ്രൊഡ്യൂസറിന് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സക്സസ് ടീസർ എന്നുള്ള നിലയ്ക്ക് ഒരു ടീസർ വന്നിട്ടുണ്ട്. ഇവര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമയുടെ യഥാർത്ഥ പരാജയം എവിടെയാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്നുള്ള രീതിയിൽ ഇവർ പബ്ലിസിറ്റി, അതായത് പരസ്യം കൊടുത്തു എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണോ സിനിമയിലുള്ളത് ആ രീതിയിൽ വേണം പരസ്യം കൊടുക്കാൻ. ഇവര് ആളെ കയറ്റാൻ വേണ്ടി മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്നുള്ള രീതിയിൽ പരസ്യം കൊടുക്കുന്നു. പ്രേക്ഷകർ ഫസ്റ്റ് അടിച്ചു കയറുന്നു. പ്രേക്ഷകർ ഉദ്ദേശിച്ചത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നില്ല. അവർ നെഗറ്റീവ് പറയും. അതങ്ങനെയാണ്. ഇപ്പോ സക്സസ് ടീസറിലും മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യ പ്രാധാന്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മോഹൻലാലിനാണ് കുറച്ചുകൂടി സക്സസ് ടീസറിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ഏകദേശം എല്ലാ ഡയലോഗ്സും അതിലുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവർ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്നുള്ള രീതിയിൽ ഈ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നത്? തീർച്ചയായും കളക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. ഫസ്റ്റ് ഡേ അത് കൃത്യമായി നടന്നു. 2-ാം ദിവസവും 3-ാം ദിവസവും പ്രീ സെയിൽ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ പോവുകയും ചെയ്തു. അത് ഈ ഒരു ഗുണം കൊണ്ടാണ്. പക്ഷെ പിന്നീടും അത് കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല. അതൊരിക്കലും നടക്കില്ല. എല്ലാവർക്കും മനസ്സിലായി ഈ സിനിമയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും റോൾ എന്താണ് എന്ന്. പ്രേക്ഷകർ ഇനി ആലോചിച്ചേ തിയേറ്ററിൽ കയറുകയുള്ളൂ. റിപ്പീറ്റ് ഓഡിയൻസും അതിലൂടെ താഴേക്ക് പോകുന്ന ഒരു കാഴ്ച. കാരണം അവർ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല. ഒരുപക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും തുല്യ പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ മോഹൻലാലിനെ ശക്തമായ രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു എങ്കിൽ, കുറച്ചുകൂടി കൂടുതൽ റോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ സിനിമയുടെ കളക്ഷൻ വേറെ ലെവലായാനേ. ഇപ്പോൾ സിനിമയുടെ കളക്ഷൻ താഴേക്ക് പോകുന്നൊരു കാഴ്ച. എന്തായാലും സാമ്പത്തികമായി വലിയ നഷ്ടമാണ് പാട്രിയറ്റ് എന്ന സിനിമ പ്രൊഡ്യൂസറിന് വരുത്തിവെക്കാൻ പോകുന്നത്. സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം 2.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂർ കൊണ്ട് വിറ്റ സിനിമ 2-ാം ദിവസമായപ്പോൾ അത് 1,25,000 മാറി. അതായത് 2-ാം ദിവസത്തെ 24 മണിക്കൂറിൽ അത് 1,25,000 മാറി. 3-ാം ദിവസമായ ഞായറാഴ്ചയിലെ 24 മണിക്കൂറിൽ സിനിമയുടെ ബുക്കിംഗ് അത് 90,000 മാറി. ഇനി ഇന്നത്തെ അവസ്ഥ അത് വളരെ ദയനീയമാണ്. അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ പാട്രിയറ്റ് കനത്ത പരാജയമാവും എന്നുള്ളത് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.